ഇത് നിതിൻ പറഞ്ഞല്ലോ, അപ്പൊ ഈ ഒരു കൊളാബറേറ്ററിനെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അതായത് ബ്രോ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാ. എന്നാലും ഫസ്റ്റ് ബെഞ്ചില് മറ്റേ ജിതിനും അരുൺ പ്രദീപും സന്ദീപും ഇരിക്കുമല്ലോ, അതുപോലെ ഇരുന്നവനാണ് ഞാനും ഈ നിതിനും. അപ്പൊ അങ്ങനെ വന്നതാണ് നിതിനെ. പക്ഷെ എനിക്ക് നിതിനെ കൊളാബറേറ്റ് ചെയ്യിപ്പിക്കാൻ തോന്നിയ കാര്യം എന്ന് പറഞ്ഞാലേ, നമ്മൾ പണ്ട് ഈ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഷോർട്ട് ഫിലിം ഞാൻ ഏടി ആയിട്ട് വാ എന്ന് അടുത്തിരിക്കുന്നവരുടെ പറയുന്നത്. ഞാൻ ഈ കോളേജിൽ ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് പറഞ്ഞില്ല. അപ്പം ഞാൻ എൻ്റെ തിരക്കഥ എഴുതിയിട്ട് അന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇവൻ മറ്റേ ശിവാജിയെ പോലെ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നവനാണ്. അപ്പോൾ ഈ തിരക്കഥ ഞാൻ ഇവന് കൊണ്ടുപോയി, എടാ നീ വായിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ പലർക്കും വായിക്കാൻ കൊടുക്കും, ചില വരും അവൻ്റെ ഒരു തിരക്കഥ എന്ന് പറഞ്ഞ് ഇവൻ പോയിട്ട് തൊട്ടടുത്ത ദിവസം എനിക്ക് നോട്ട്സും കൊണ്ടുവരണം. ഡേയ് ഞാനേ എഴുതിയത് ഏതോ ഊള സ്ക്രിപ്റ്റ്, നീ അതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കിയാണ് എന്നുള്ള ലെവലിൽ. അപ്പോൾ അവൻ പറഞ്ഞല്ല ഇത് ഞാൻ ചെയ്യാറുള്ളതാണെന്ന് പറഞ്ഞ് ഇവൻ്റെ നോട്ട്സൊക്കെ കാണിച്ചിട്ടേ കൊള്ളാം നീ വാ. അതായിരുന്നു പരിപാടി. അങ്ങനെയാണ് നിതിനുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത്. പിന്നെ നിതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ എൻ്റെ അവൻ്റെ ഫിലിം ടേസ്റ്റ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. അത് ഭയങ്കര ഗുണം ചെയ്യും. ഞാൻ ചിലപ്പോൾ എഴുതി പൊക്കഴിഞ്ഞാൽ സാഹിത്യം അല്ലെങ്കിൽ ആംബിഗ്യൂട്ടി ആ ഷോട്ട് ഇങ്ങനെയെന്ന് പറയാൻ പറ്റൂല. നീ തിരിച്ച് അത് ഗുണം അതാണ്. ഞാൻ ചിന്തിച്ച് കാട് കയറിപ്പോൾ അവൻ പിടിച്ച് തള്ളി താഴെയിടും, അവൻ ചിന്തിച്ച് കാട് കയറിപ്പോൾ ഞാൻ തള്ളി താഴെയിടും. ആ ഒരു ഗീവ് ആൻഡ് ടേക്കിലാണ്. എൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് വാല്യൂസ് ആണ് അവന്. എനിക്ക് ഫണ്ണ് വർക്കാവണം, അവന് ഡ്രാമ വർക്കാവണം. എനിക്ക് പടത്തിൽ എക്സ്പീരിയൻസ് മതി, അവന് ഇമോഷൻ വേണം. എനിക്ക് പടം തീർത്താൽ മതി, അവന് ടേക്ക് അവേ വേണം.